അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 15ാമത്തെ പാഠം ഹജ്ജത്തുൽ വദാ എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. അതിനുശേഷം അതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. ഹജ്ജത്തുൽ വദാ എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയതിന് ശേഷം ആദ്യവും അവസാനമായും ചെയ്ത ഹജ്ജാണ് ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന ഹജ്ജ്. ആ ഹജ്ജിൽ ഒരുപാട് ഉപദേശങ്ങൾ ജനങ്ങൾക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവീൻ, ഞാൻ വിവരിച്ചു തരാം. ഈ വർഷത്തിന് ശേഷം ഈ സ്ഥലത്ത് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചില്ലെന്ന് വന്നേക്കാം. എന്താ പറഞ്ഞത്? ജനങ്ങളെ, ഈ വർഷത്തിന് ശേഷം ഈ സ്ഥലത്ത് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചില്ലെന്ന് വന്നേക്കാം. ഇനി നിങ്ങളുമായിട്ട് ഇങ്ങനൊരു സംസാരം ഉണ്ടാകണമെന്നില്ല എന്ന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, മനുഷ്യരെ, ഈ പ്രദേശത്തിൻ്റെ, ഈ മാസത്തിൻ്റെ, ഈ സുദിനത്തിൻ്റെ പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും പവിത്രതയുണ്ട്. ജനങ്ങളോട് പറയാണ്, ഈ പ്രദേശത്തിൻ്റെ, ഈ പ്രദേശം ഏതാണ്? മക്കയാണ്. അതുപോലെ തന്നെ ഈ മാസത്തിൻ്റെ, ഏതാണ് ആ മാസം? ദുൽഹിജ്ജ മാസമാണ്. അതുപോലെ തന്നെ ഈ സുദിനത്തിൻ്റെ, ആ ദിവസത്തിനും പവിത്രതയുണ്ട്. ഇതുപോലെയൊക്കെ എന്തിനും പവിത്രത ഉണ്ട്? നിങ്ങളുടെ രക്തത്തിനും അഭിമാനത്തിനും സമ്പത്തിനും. നിങ്ങളുടെ രക്തത്തിന് പവിത്രതയുണ്ട്, അഭിമാനത്തിന് പവിത്രതയുണ്ട്, അതുപോലെ തന്നെ സമ്പത്തിന്. രക്തം ചിന്താൻ പാടില്ല, പരസ്പരം ആക്രമിച്ചുകൊണ്ട് രക്തം ചിന്തരുത്, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്, മറ്റുള്ള ജനങ്ങൾക്കിടയിൽ വെച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ മറ്റു വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ അഭിമാനം ചെയ്യരുത്, പിച്ച് ചീന്താൻ പാടില്ല. അതുപോലെ തന്നെ സമ്പത്ത്, അവരുടെ സമ്പത്ത്, മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിക്കാൻ, മോഷ്ടിക്കാൻ എന്തില്ല, പാടില്ല. ഇതിനൊക്കെ എന്തുണ്ട്? പവിത്രതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു. ലക്ഷത്തിൽ പരം സ്വഹാബികളെ സാക്ഷിയാക്കി നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം ലോകം കണ്ട ഏറ്റവും മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു. ലോകം കണ്ട ഏറ്റവും മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ഏത്? ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷത്തിൽ പരം സ്വഹാബികളെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ പ്രഭാഷണം. എന്തെല്ലാമാണ് ആ പ്രഭാഷണത്തിൽ പറഞ്ഞത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. പ്രസംഗത്തിൽ പരാമർശിച്ച പ്രധാന കാര്യങ്ങളിൽ ചിലത് ഇവയാണ്. 1. നിങ്ങൾ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക. ആർക്ക് ഇബാദത്ത് ചെയ്യുക? അല്ലാഹുവിന് മാത്രം. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ആരാധിക്കുക. 2. 5 നേരം നിസ്കരിക്കുക. നമുക്ക് ഫർലാക്കിയ 5 വക്ത് നിസ്കാരം, ആ 5 വക്ത് നിസ്കാരം കൃത്യമായ സമയത്ത് എന്ത് ചെയ്യുക? അത് നിർവഹിക്കുക. 3. റമളാനിൽ നോമ്പനുഷ്ഠിക്കുക. റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോമ്പനുഷ്ഠിക്കുക. 4. നേതാക്കളെ അനുസരിക്കുക. നേതാക്കൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. നേതാക്കന്മാർ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം? കേൾക്കണം. 5. അക്രമം നടത്തരുത്. നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത്? അക്രമം നടത്തരുത്. 6. പരസ്പരം രക്തം ചിന്തരുത്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൊലപാതകങ്ങൾ നടത്താൻ പാടില്ല. രക്തം ചിന്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യാൻ പാടില്ല. 7. അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. മറ്റുള്ളവരുടെ അഭിമാനത്തിന്, ഓരോരുത്തർക്കും അഭിമാനമുണ്ട്. 4 ആളെ അടിയിൽ വെച്ചിട്ട് ഒരാൾ ചീത്ത പറഞ്ഞാൽ അത് അവൻ്റെ അഭിമാനത്തെ പിച്ചു ചീന്തലാണ്. പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. ആളുകളെ ഇടയിൽ വെച്ച് പറയണ്ട. അതാ പറഞ്ഞ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. ഒരാളുടെ അഭിമാനം പിച്ചു ചീന്താൻ പാടില്ല. 8. അന്യരുടെ ധനം അപഹരിക്കരുത്. മറ്റുള്ളവരുടെ ധനം, സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത്, കട്ടെടുക്കരുത്. 9. സ്ത്രീകളെ ആദരിക്കണം. സ്ത്രീകൾ എന്ത് ചെയ്യണം? ആദരിക്കണം, അവർക്ക് ബഹുമാനം നൽകണം. 10. ദുരാചാരങ്ങൾ വെടിയണം. വേണ്ടാത്ത രൂപത്തിലുള്ള ആചാരങ്ങൾ, ദുരാചാരങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. 11. പലിശ ഉപേക്ഷിക്കണം. പലിശയുമായിട്ടുള്ള ഇടപാട്, അത് ജനങ്ങളുമായിട്ടുള്ളതാണെങ്കിലും ശരി, ബാങ്കുമായിട്ടുള്ളതാണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, പലിശ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. 12. ഖുർആനും നബിചര്യയും മുറുകെ പിടിക്കണം. ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന, അവിടുന്ന് കാണിച്ചു തന്ന, അവിടുന്ന് മൗനാനുപാതമായി നമുക്ക് നൽകിയ ആ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. 13. മനുഷ്യരെല്ലാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. മനുഷ്യരെല്ലാം എന്താണ്? ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെ മക്കളാണ് എന്ന ബോധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവർ ജീവിക്കണം. അതാണ് പറഞ്ഞത്.
14-ാമത്തേതോ തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയില്ല. തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ എന്തില്ല? ശ്രേഷ്ഠതയില്ല. അപ്പോൾ സമ്പത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ അധികാരത്തിൻ്റെ പേരിലോ ആർക്കും എന്തില്ല? ശ്രേഷ്ഠതയില്ല. പിന്നെ എന്തിൻ്റെ കാരണത്താൽ മാത്രമാണ് ശ്രേഷ്ഠതയുള്ളത്? തഖ്വയുടെ അടിസ്ഥാനത്തിൽ, ഈമാൻ അടിസ്ഥാനത്തിൽ, തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്തുള്ളത്? ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ഹിജ്റ 10-ാം വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വേളയിലായിരുന്നു ഈ പ്രഭാഷണം. ഹിജ്റ 10-ാം വർഷം. എത്ര വർഷമാണ്? ഹിജ്റ 10-ാം വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വേളയിലായിരുന്നു ഈ പ്രഭാഷണം. ഹിജ്റയ്ക്ക് ശേഷം തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിന് ശേഷം തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജാണ് ഏത് നടക്കുന്നത്? ഹജ്ജത്തുൽ വദാ നടക്കുന്നത്. ഹജ്ജത്തുൽ വദാ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. ആ ഹജ്ജിനെ കുറിച്ച് എന്താ പറയുക? ഹജ്ജത്തുൽ വദാ എന്നാണ് അറിയപ്പെടുന്നത്. ആ വർഷം ഹജ്ജ് നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 1,00,000-ലധികം സ്വഹാബികളുണ്ടായിരുന്നു. ആ ഹജ്ജത്തുൽ വദാ നടക്കുന്ന ആ ഹജ്ജ് കർമ്മ വേളയിൽ എത്ര സ്വഹാബികളുണ്ട്? 1,00,000-ലധികം സ്വഹാബികൾ പിന്നെ ഹജ്ജത്തുൽ വദായിൽ പങ്കെടുത്തിരുന്നു, ഹജ്ജ് ചെയ്യാൻ പങ്കെടുത്തിരുന്നു. പ്രഭാഷണത്തിൻ്റെ അവസാനം അവിടുന്ന് പറഞ്ഞു, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവന് ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോ പോയിന്റുകളുണ്ട്, ഓരോ കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ സദസ്സിലുള്ളവരെന്ത് ചെയ്യുക? സദസ്സിലില്ലാത്തവർക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം, അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതാ പറഞ്ഞത്, ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക്, ഈ സദസ്സിൽ സന്നിധിരായവർ, ഈ സദസ്സിൽ പങ്കെടുത്തവർ, ഈ സദസ്സിൽ പങ്കെടുക്കാത്തവർക്ക് എന്ത് ചെയ്യണം? ഈ വിവരങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഫത്ഹ് മക്കയോടെ ജസീറത്തുൽ അറബ് മുഴുവനും ഇസ്ലാം വ്യാപിച്ചിരുന്നു. ഫത്ഹ് മക്കയോടുകൂടെ ജസീറത്തുൽ അറബ് എന്ത് ചെയ്തിട്ട് മുഴുവനായിട്ടും ഇസ്ലാം വ്യാപിച്ചിരുന്നു. അതിൻ്റെ പ്രഭ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ഇസ്ലാമിൻ്റെ പ്രഭ എന്ത് ചെയ്തു? ലോകം മുഴുവനും വ്യാപിക്കാൻ തുടങ്ങി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്ര നേതാക്കന്മാരെയും രാജാക്കന്മാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തയച്ചത് ആർക്കാ? രാഷ്ട്ര നേതാക്കന്മാർക്കും രാജാക്കന്മാർക്കും. എന്തിനു വേണ്ടിയാ? അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. നാനാ ഭാഗങ്ങളിൽ നിന്നും ഒറ്റയായും കൂട്ടമായും ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഓരോ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഓരോരുത്തരായിട്ട് കടന്നു വരുന്നവരുണ്ട്, കൂട്ടം കൂട്ടമായിട്ട് കടന്നു വരുന്നവരുണ്ട്. മക്കയും മദീനയും ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായി പ്രകാശിച്ചു. മക്കയും മദീനയും എന്ത് ചെയ്തു? ഇസ്ലാമിൻ്റെ കേന്ദ്രമായിട്ട് എന്ത് ചെയ്തു? പ്രകാശിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിൻ്റെ ഓരോ കർമ്മങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അത് ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? സ്വഹാബത്തിന് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്ന നിയമവ്യവസ്ഥയായ ഇസ്ലാം ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. ജീവിതത്തിൻ്റെ നിഖില മേഖലകൾ, എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന, എല്ലാ മേഖലകളെയും ചർച്ച ചെയ്യുന്ന നിയമവ്യവസ്ഥയായ ഇസ്ലാം ആളുകളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? വലിയ മാറ്റങ്ങളുണ്ടാക്കി. സ്വഹാബത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി യാത്ര ചെയ്തു. സ്വഹാബാക്കൾ എന്ത് ചെയ്തു? ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശവുമായിട്ട് അവർ യാത്ര ചെയ്തു. അങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ പ്രകാശം എത്തിച്ചേർന്നു. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, ഇവിടെ ഹാജറുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റ വ നഫ്ഹം വായിച്ച് മനസ്സിലാക്കാൻ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്. പിന്നെ അഅ്മാലുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. അഫ്വാജ്, കൂട്ടങ്ങൾ. ഇർള്, അഭിമാനം. ഷാഹിദുൻ, ഹാജറുള്ളവൻ. നിസാഉൻ, സ്ത്രീകൾ. ഹറാമുൻ, പവിത്രം. ബാക്കിയുള്ളതൊക്കെ വായിച്ച് കൃത്യമായി മനസ്സിലാക്കുക. 2 നുജീബ്, ഉത്തരം എഴുതാനാണ്. ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഏതെല്ലാം? നബി തങ്ങൾ പറഞ്ഞ 14 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ആ 14 കാര്യങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. നിങ്ങൾ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക, 5 നേരം നിസ്കരിക്കുക, റമദാനിൽ നോമ്പനുഷ്ഠിക്കുക, നേതാക്കളെ അനുസരിക്കുക, അക്രമം നടത്തരുത്, പിന്നെ പരസ്പരം രക്തം ചിന്തരുത്, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫുൾ അവിടെ എഴുതി ചേർക്കുക. ഇനി നെസിൽ ചേരുമ്പടി ചേർക്കുക. ഏത് വർഷമാണ് നടന്നതെന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. ഇവിടെ ഗസ്വത്ത് ബദർ, ഗസ്വത്ത് ഉഹദ്, ഗസ്വത്ത് ഖന്ദഖ്, ഫത്ഹ് മക്ക, അൽ ഹുദൈബിയ, ഹജ്ജത്തുൽ വദാ, ഇതൊക്കെ ഏത് വർഷം? ഗസ്വത്ത് ബദർ ഹിജ്റ 2-ാം വർഷത്തിലാണ് നടന്നത്. ഗസ്വത്ത് ഉഹദ് ഹിജ്റ 3-ാം വർഷം. ഗസ്വത്ത് ഖന്ദഖ് ഹിജ്റ 5-ാം വർഷം. ഫത്ഹ് മക്ക ഹിജ്റ 8-ാം വർഷം. അൽ ഹുദൈബിയ ഹിജ്റ 6-ാം വർഷം. ഹജ്ജത്തുൽ വദാ ഹിജ്റ 10-ാം വർഷം. ഇനി അടുത്തത് 4-മത്തെ നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഡാഷ് സ്വഹാബികൾ പങ്കെടുത്തു. എത്ര സ്വഹാബികളാ? 1,00,000-ലധികം സ്വഹാബികൾ പങ്കെടുത്തു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നേതാക്കൾക്കും ഡാഷ് കത്തയച്ചു, രാജാക്കന്മാർക്കും കത്തയച്ചു. 3. ജീവിതത്തിൻ്റെ ഡാഷ് മേഖലകളെയും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം, നിഖില മേഖലകളെയും, എല്ലാ മേഖലകളെയും. 4. ഇസ്ലാമിൻ്റെ കേന്ദ്രമായി ഡാഷ് പ്രകാശിച്ചു, മക്കയും മദീനയും പ്രകാശിച്ചു. 5. സ്വഹാബികൾ ഡാഷ് ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പുറപ്പെട്ടു, ഇസ്ലാമിൻ്റെ സന്ദേശം ലക്ഷ്യമാക്കി. ഇതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്, ഇസ്ലാമിൻ്റെ സന്ദേശം ലക്ഷ്യമാക്കി. ഇനി 5-മത്തെ നുൻഷി ഉൽ ജുംല, ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കണം. എങ്ങനെ? നിഖില മേഖലകളെയും സ്പർശിക്കുന്ന ഇസ്ലാം അഭിസംബോധന ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അടുത്ത് ക്ഷതമേൽപ്പിച്ചു, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതിരിക്കുക. ഒറ്റയായും കൂട്ടമായും ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇനി 6-മത്തേത് നുതർജിമ ഇലാ ലുഗത്തിന, പരിഭാഷപ്പെടുത്താനാണ് നമ്മുടെ ഭാഷയിലേക്ക്. ഇർള് അഭിമാനം, ദമുൻ രക്തം, ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ ഹജ്ജ്, പിന്നെ അഫ്വാജൻ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ, പിന്നെ ദഅവത്ത് പ്രബോധനം. ഇനി അടുത്ത നുഅരിബ്, 7-മത്തെ അറബി ആക്കാനാണ്. ഇവിടെ നമ്മുടെ ഭാഷ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതിന് അറബി എഴുതണം. പ്രഭാഷണം, എന്താ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ഖുതുബ, നോമ്പ്, സൗമ്, സമ്പത്ത്, മാലുൻ, ഹാജറുള്ളവൻ ഷാഹിദുൻ, ഹാജറില്ലാത്തവൻ ഗായിബുൻ. ഇനി 8-മത്തെ തഖ്സീസ്, ഹജ്ജത്തുൽ വദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പ്രഭാഷണത്തിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുക. ഹിജ്റ 10-ാം വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വേളയിലായിരുന്നു ഈ പ്രഭാഷണം. ആ പ്രഭാഷണം കേൾക്കാൻ 1,00,000-ലധികം സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഇസ്ലാം സമ്പൂർണ്ണമായി എന്ന് പ്രഖ്യാപനം നടക്കുന്ന ആ പ്രഭാഷണത്തിൽ വെച്ചുകൊണ്ടായിരുന്നു. പ്രഭാഷണത്തിൽ 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്നും റമദാനിലെ നോമ്പനുഷ്ഠിക്കണമെന്നും പരസ്പരം ആക്രമിച്ച് രക്തം ചിന്തരുതെന്നും മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുതെന്നും ഖുർആനും നബിചര്യയും മുറുകെ പിടിച്ച് ജീവിക്കണമെന്നും അവിടുന്ന് പറഞ്ഞു. ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഇവിടെ പങ്കെടുക്കാത്തവർക്ക് ഈ സന്ദേശങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കണമെന്നും അവിടുന്ന് പറഞ്ഞു. ഇതോടെ നമ്മുടെ തദ്രീബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.